ഹലോ ഗൈസ്, ഇന്ന് ശരിക്കും സൺഡേ ആണ് കേട്ടോ. ബാക്കിയുള്ള ദിവസം മുഴുവൻ പുറത്തു പോയി ലാസ്റ്റ് സൺഡേ ഞങ്ങൾക്ക് ഒന്നും വാങ്ങാനില്ലാത്ത അവസ്ഥയായി പോയിട്ടോ. എൻ്റെ അപ്പുക്കുട്ടൻ എൻ്റെ വീഡിയോയിൽ വന്നില്ലെങ്കിലും ഞാൻ അപ്പുക്കുട്ടൻ്റെ നിഴലെങ്കിലും കൊണ്ടുവരും. അവിടെ ഇല്ലാണ്ടൊരു പരിപാടിയില്ല. ഞങ്ങളുടെ ബേക്കറി ചേട്ടൻ്റെ കയ്യിൽ പുതിയ കേക്കുകളൊക്കെ വന്നിട്ടുണ്ടോ, കാണാൻ അടിപൊളി സൂപ്പറാണ് കേട്ടോ. വാങ്ങി കഴിക്കാനൊക്കെ ഇങ്ങനെ തോന്നും കണ്ടു കഴിയുമ്പോൾ. പക്ഷേ പുതിയ പുതിയ മോഡലുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതെനിക്കൊരു പഴയ ഓർമ്മയിലേക്ക് പോയി. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ വണ്ടികളിൽ സാധനങ്ങൾ വിൽക്കാനായിട്ടൊക്കെ വരുമായിരുന്നു. അതായിരുന്നു നമുക്ക് വാങ്ങാനായിട്ടുള്ളൊരു ഓപ്ഷൻ. നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് പുറത്ത് ഒരു ടൗണിലേക്ക് പോകാനായിട്ട് നല്ല ദൂരമുണ്ട്, തന്നെയല്ല ബസ്സും ഇല്ല. ഇപ്പോഴും ബസ്സില്ല കേട്ടോ. ആ ചേട്ടൻ വണ്ടിയിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കൊണ്ടുവന്ന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലമാണ് കേട്ടോ ഓർമ്മ വന്നത്. അപ്പുറത്ത് ഫുഡ് വാങ്ങുന്നിടത്ത് ഭയങ്കര വെയിലായ കാരണം ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നു കേട്ടോ. അവരവിടെ നിന്ന് ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. എൻ്റെ അഭിപ്രായമായിരുന്നു ഇന്ന് ചായ കുടിക്കാന്നുള്ളത്. കാപ്പിയല്ല, ഇന്ന് ഞങ്ങൾ ചായയാണ് കുടിക്കാൻ പോണത്. അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് വേറൊരു കടയാണ്. ചായയൊക്കെ പറഞ്ഞ് വെയിലായിരുന്നു, ആ വെയിലും കൊണ്ട് അവിടെ ഇരിക്കേണ്ട അവസ്ഥയെ. പക്ഷേ വലിയ മണ്ടത്തരമായിപ്പോയി. ഞാൻ മുന്നേ മധുരം കുറയ്ക്കേണ്ട കാര്യമോ കടുപ്പം കുറയ്ക്കേണ്ട കാര്യമോ ഒന്നും പറഞ്ഞില്ല. അത് മറന്നുപോയി ഞാൻ പറയാനായിട്ട്. ശരിക്കും പെട്ടു കേട്ടോ. നല്ല മധുരമായിരുന്നു. 10 രൂപയുടെ ചായക്കകത്ത് 15 രൂപയുടെ പഞ്ചസാര ഇട്ട് കലക്കണ മാതിരി എനിക്ക് ഫീൽ ചെയ്ത്. എനിക്കങ്ങോട്ട് തീരെ പറ്റുണ്ടായിരുന്നില്ല. പിന്നെ ചായ വാങ്ങിച്ചും പോയി, പിന്നെ കുടിക്കാതെ ഇങ്ങനെ അവിടെ കൊടുത്തിട്ട് വരിക എന്നുള്ളൊരു വിഷമം കാരണം ഞാൻ അവിടെ ഇരുന്ന് കുടിച്ചു. അപ്പുക്കുട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എനിക്കൊരു ഉപകാരം ചെയ്യും, എൻ്റെ ചായയും കൂടെ ഒന്ന് കുടിക്കുമെന്ന്. പൊതുവേ മധുരം തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കുറച്ച് മധുരമൊക്കെ കൂടിക്കഴിഞ്ഞാൽ. ചെറുപ്പം മുതലേ വീട്ടിൽ അങ്ങനെയാണ് ശീലിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മധുരം ഇഷ്ടമല്ലാത്തത്. ജിലേബി ലഡു കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് ആ ചായ കുടിച്ച് ഇന്നത്തെ ദിവസം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. താങ്ക് യു സോ മച്ച്.